ADGP RSS കൂടിക്കാഴ്ച വിവാദം തള്ളി ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. രാഷ്ട്രീയത്തിൽ അയിത്തം കുറ്റകരമാണ്. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ച ജനാധിപത്യ രാജ്യത്തിന്റെ അടിത്തറ ഇല്ലാതാക്കുന്നതാണെന്നും ശ്രീധരൻപിള്ള കുറ്റപ്പെടുത്തി. കൂടിക്കാഴ്ചയെ വിമർശിക്കുന്നവരോട് പുച്ഛമാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചു. കോഴിക്കോട് നടന്ന PP മുകുന്ദൻ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. അൺടച്ചബിലിറ്റി ഈസ് എ ക്രൈം എന്ന് ഭരണഘടന എഴുതി വെച്ച് ഭരണഘടനയുടെ കൽപ്പന ഏതു മേഖലയിലായാലും, മതമായാലും ജാതിയായാലും ഭാഷയായാലും വിവേചനം കൂടാതെ എല്ലാവരെയും കണക്കാക്കണമെന്ന് പറയുന്ന ഒരു രാജ്യത്ത് എൻ്റെ ഉള്ളിൽ ഇന്നും ഉള്ള പ്രത്യയശാസ്ത്രം, അത് പൊളിറ്റിക്കൽ അല്ല, അതിനപ്പുറത്തുള്ള ആ പ്രത്യയശാസ്ത്രം, അതിൽപ്പെട്ടവരെല്ലാം കാണാൻ കൊള്ളാത്തവരാണ്, പോയിക്കൂടാ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ അടിത്തറയാണ് തകർക്കുന്നത്. റൈറ്റ് ടു ഡിഫർ ഈസ് ദ ഡെമോക്രസി. എരുതിയിൽ എണ്ണയൊഴിക്കും വിധം ചർച്ചകളിൽ ഏർപ്പെടുന്ന ആൾക്കാർ കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. എനിക്ക് പുച്ഛമാണ് തോന്നിയത്. ഇതിലാരാണ് ഈ ഒരു സന്ദർശനം, കൂടിക്കാഴ്ചയെ വിമർശിക്കാൻ യോഗ്യതയുള്ള ഒരാൾ കേരളത്തിലുണ്ട്? പ്രസക്തമായ ചോദ്യമാണ്. കോഴിക്കോട് നിന്ന് SS ശരത്ത് ചേരുന്ന വിവരങ്ങളുമായി. ശരത്ത്, PP മുകുന്ദൻ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഇരു നേതാക്കളും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യയശാസ്ത്രപരമായ പ്രശ്നമായി ഇതിനെ പറയുമ്പോൾ അത് രാഷ്ട്രീയ അയിത്തം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വഴിതിരിച്ചു വിടാൻ, ആ വിവാദത്തെ വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമമാണോ BJP നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? വിനീത, തീർച്ചയായും. അതായത് ADGP RSS കൂടിക്കാഴ്ച വലിയ രാഷ്ട്രീയ വിവാദമായതിന് പിന്നാലെയാണ് ഇപ്പോൾ പൊതുവേദിയിൽ RSSനെ പുകഴ്ത്തിയും ഒപ്പം രാഷ്ട്രീയ വിഷയത്തിൽ പ്രതികരണം നടത്തിയും PS ശ്രീധരൻപിള്ള രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ അത് ഇത്തരത്തിൽ ജനാധിപത്യ രാജ്യത്തിൻ്റെ അടിത്തറ ഇല്ലാതാക്കുന്നതാണ്. ഒപ്പം ഒരാളെ കണ്ടുകൂടാത്ത തരത്തിലുള്ള രാഷ്ട്രീയ അഴിത്തം അത് കുറ്റകരമാണ്. താൻ പിന്തുടരുന്ന ആശയത്തെ രണ്ടാം തരം പൗരന്മാരായാണ് കാണുന്നത്. വിദ്വേഷ ജനാധിപത്യം യോജിച്ചതല്ല. ഒപ്പം 1977 ഇത്തരത്തിൽ RSS നിരോധനം പിൻവലിക്കണമെന്ന ആവശ്യമുയർന്നപ്പോൾ അതിനെ പിന്തുണച്ചവരാണ് ഇത്തരത്തിൽ ഇപ്പോൾ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ തിരിച്ചറിയണമെന്നും ശ്രീധരൻപിള്ള പറയുന്നുണ്ട്. ഒപ്പം നേരത്തെ നടന്ന തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ RSSുമായി സഹകരിക്കുകയും ചെയ്ത ആളുകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ RSSനോട് ഒരു വിദ്വേഷം അല്ലെങ്കിൽ ഒരു വിയോജിപ്പ് അല്ലെങ്കിൽ ഒരു അയിത്തം കൽപ്പിക്കുന്നത് എന്നുള്ളതാണ് ശ്രീധരൻപിള്ള പറഞ്ഞിട്ടുള്ളത്. ഒപ്പം ഇത്തരം കപട രാഷ്ട്രീയത്തോടുള്ള തൻ്റെ പ്രതിഷേധമാണ് ഈ ഒരു പ്രതികരണമെന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണഗതിയിൽ ഗവർണർമാർ ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രതികരിക്കാറില്ല. എന്നാൽ ആ ഒരു സാഹചര്യം കൂടി മറികടന്നാണ് ഇപ്പോൾ ശ്രീധരൻപിള്ള ഇത്തരമൊരു പ്രതികരണം നടത്തിയത്. ഒപ്പം സുരേഷ് ഗോപിയും സമാനമായ രീതിയിൽ, അതായത് കഴിഞ്ഞ ഒരാഴ്ചയായി നടക്കുന്ന ചർച്ചയോട് തനിക്ക് പുച്ഛമാണ് എന്നുള്ളതായിരുന്നു സുരേഷ് ഗോപി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം ADGP RSS കൂടിക്കാഴ്ചയെ വിമർശിക്കാൻ യോഗ്യതയുള്ള ഒരാൾ കേരളത്തിലുണ്ടോ എന്നും സുരേഷ് ഗോപി ചോദിക്കുന്നു. ആ രീതിയിൽ ഇരുവരും ഇത്തരത്തിൽ ഈ കൂടിക്കാഴ്ചയെ ന്യായീകരിക്കുകയും ഒപ്പം RSSനെ പുകഴ്ത്തുകയുമാണ് ചെയ്യുന്നത്. ഒപ്പം ഈ ഒരു വിഷയത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു പ്രത്യയശാസ്ത്രപരമായ നിലപാട് എന്നതിനപ്പുറം ഈ രാഷ്ട്രീയ അയിത്തം എന്ന രീതിയിൽ അതിനെ മറികടക്കാനാണ് BJP നേതാക്കളും ശ്രമിക്കുന്നത്. എന്തായാലും ഈ വിഷയം ശ്രീധരൻപിള്ള ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെക്കുന്നത് അതൊരു കുറ്റകരമാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ അയിത്തം കൊണ്ടുവരികയാണ് എന്നുള്ള അതിനോട് വിയോജിപ്പുണ്ട് എന്നുള്ളതാണ് ശ്രീധരൻപിള്ള ഉൾപ്പെടെ പറഞ്ഞു വെക്കുന്നത്. ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് നടന്ന PP മുകുന്ദൻ അനുസ്മരണ പരിപാടിയിലായിരുന്നു ഇരുവരും ഈ ഒരു പ്രതികരണം നടത്തിയത്. ശരി, SS ശരത്താണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.